ഹലോ. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒരുപക്ഷെ അതൊരു പുതിയ ബൈക്ക്, സ്വന്തമായൊരു വീടോ അല്ലെങ്കിൽ ലോകം ചുറ്റി സഞ്ചരിക്കുന്നതോ ആകാം. നമുക്കെല്ലാവർക്കും ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇവയിൽ മിക്കതിനും പണം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എങ്ങനെ നമ്മളിതെല്ലാം നേടിയെടുക്കും? ഇവിടെയാണ് ശരിക്കുമുള്ളൊരു മാറ്റം വരുന്നത്. വെറുതെ എനിക്കൊരു കാർ വേണം എന്ന് ആഗ്രഹിക്കുന്നതും അടുത്ത 2 വർഷം കൊണ്ട് ഇത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടാക്കി ഇന്ന മോഡൽ കാർ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ വെറുമൊരു ആഗ്രഹത്തെ വ്യക്തമായൊരു സാമ്പത്തിക ലക്ഷ്യമാക്കി മാറ്റണം. അതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ഈ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ മുന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു വില്ലനാണ് കടം. പലപ്പോഴും നമ്മളൊരു കടക്കെണിയിൽ പെട്ടുപോകാറുണ്ട്. അപ്പോൾ ഈ കടക്കെണിയിൽ വീഴാതെ കടത്തിന് നമുക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ചോദ്യം വരും, കടം വാങ്ങുന്നത് എപ്പോഴും ഒരു മോശം കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ അല്ല, എല്ലാ കടവും മോശമല്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണം. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിക്കുള്ളിലായിരിക്കണം എപ്പോഴും കടം. എപ്പോഴാണോ ആ പരിധി വിടുന്നത്, അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. പിന്നെ മാസ അടവുകൾ താങ്ങാൻ പറ്റാതാവും, പലിശ കയറി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമാധാനം തന്നെ പോകും, അല്ലേ? നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ കടത്തിന്റെ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? അവിടെയാണ് ലക്ഷ്യങ്ങൾ വെക്കുന്നതിന്റെ പവർ വരുന്നത്. വളരെ സിമ്പിളായ, പക്ഷേ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ശീലമാണത്. നമുക്കതെന്താണെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ഡയറിയിലോ മറ്റോ എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ ലക്ഷ്യം നേടുമ്പോഴും അതൊന്ന് വെട്ടിക്കളയണം. ആ ഒരു സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാനുള്ളൊരു വലിയ മോട്ടിവേഷനാണ്. നമ്മൾ എഴുതി വയ്ക്കുന്ന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരുപക്ഷേ ഒന്നാമത്തത് തന്നെ, കടങ്ങൾ മുഴുവൻ അടച്ചു തീർക്കുക എന്നതായിരിക്കണം. അതായത് ഡെറ്റ് ഫ്രീ ആവുക. അതാണ് നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ ഏറ്റവും ഉറപ്പുള്ള അടിത്തറ. ശരി, അപ്പോൾ ഈ കടം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ ടെക്നിക്കുണ്ട്. ഓർത്തുവയ്ക്കാൻ വളരെ എളുപ്പമുള്ള, നിങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണത്തിനുള്ള ഒരു രഹസ്യായുധം എന്ന് തന്നെ പറയാം. ഈ നിയമം വളരെ സിമ്പിളാണ്. 40% EMI റൂള്. അതായത് നമ്മുടെ എല്ലാ പിടുത്തവും കഴിഞ്ഞ്, അതായത് ടാക്സും PF ഒക്കെ കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ശമ്പളമുണ്ടല്ലോ, അതിന്റെ 40% കൂടുതൽ നമ്മുടെ എല്ലാ ലോണുകളുടെയും EMI ഒരുമിച്ച് വരാൻ പാടില്ല. ഈ നമ്പർ 40%, ഇത് മനസ്സിലെന്ന് ഉറപ്പിച്ചോളൂ. ഇതാണ് നമ്മുടെ സേഫ് സോൺ. ഇതിനു മുകളിലേക്ക് പോയാൽ നമ്മുടെ മറ്റാവശ്യങ്ങൾക്കൊന്നും പണം തികയാതെ വരും. നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റും. ഈ ഉദാഹരണം ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം ഒരു മാസം 50,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ലോണുകളും ചേർത്ത് EMI മാക്സിമം 20,000 രൂപയെ വരാവൂ. ഇനി 1 ലക്ഷമാണ് ശമ്പളമെങ്കിലോ, അതെ, 40,000 രൂപ. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റ് എത്രയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു ടെൻഷൻ വന്നിട്ടുണ്ടാവും. അയ്യോ, എന്റെ EMI ഓൾറെഡി 40%-നും മുകളിലാണല്ലോ എന്ന്. വിഷമിക്കണ്ട, പേടിക്കണ്ട, അതിനും ഒരു വഴിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. ഒന്നാമതായി, തൽക്കാലത്തേക്ക് പുതിയ കടങ്ങളൊന്നും എടുക്കരുത്. എന്നിട്ട് നിലവിലുള്ള ലോണുകൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ EMI ഭാരം ആ 40%-ന് താഴേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ കടം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. കടം കൈകാര്യം ചെയ്യുന്നതിനപ്പുറം എങ്ങനെ നമുക്ക് സമ്പത്തുണ്ടാക്കാം, നമ്മുടെ സാമ്പത്തിക ഭാവി എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ഒരു എമർജൻസി ഫണ്ടെന്ന് കേൾക്കുമ്പോൾ വലിയൊരു തുക ഓർത്ത് പേടിക്കേണ്ട. നമുക്കിതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി തിരിക്കാം. ആദ്യം 1 മാസത്തെ നമ്മുടെ ചെലവിനുള്ള പൈസ സേവ് ചെയ്യുക. അത് നേടിയാൽ പിന്നെ 3 മാസത്തേക്കുള്ളത് ലക്ഷ്യം വെക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ 6 മാസത്തെ ചെലവിനുള്ള ഒരു തുകയിലേക്ക് നമുക്കെത്താൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് വേറെയും ലക്ഷ്യങ്ങൾ വയ്ക്കാം. നമുക്കും കുടുംബത്തിനും ആവശ്യമായ ഹെൽത്ത്, ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു ലക്ഷ്യമാക്കാം. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷം രൂപയിലെത്തിക്കുന്നത് അടുത്ത ലക്ഷ്യമാക്കാം. ഇനി ഒരു വീട് വാങ്ങാനാണ് പ്ലാനെങ്കിൽ അതിന്റെ ഡൗൺ പേയ്മെന്റ് കണ്ടെത്തുന്നത് ഒരു ലക്ഷ്യമായി കാണാം. ഇതിലെ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണം വെറുതെ ഇരിക്കുകയല്ല. അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആ പണം നമുക്ക് വേണ്ടി പണിയെടുത്ത് കൂടുതൽ പണം ഉണ്ടാക്കിത്തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കുറച്ചുകൂടി വേഗത്തിലെത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അച്ചടക്കത്തോടെ മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത് പണം മാത്രമാണോ? അല്ല, അതിനേക്കാൾ വലുതായ ഒന്നാണ്.
ഈ വാക്കുകൾ എത്ര സത്യമാണല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ പരിശ്രമിച്ച് ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ ഒരു ഫീൽ അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം. അപ്പോ ഇനി നിങ്ങളുടെ ഊഴാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ സാമ്പത്തിക ലക്ഷ്യം എന്താണ്? അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ തുടങ്ങുക. എല്ലാവിധ ആശംസകളും.